RCCയുടെ പുതിയ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണം വൈകുന്നതിൽ ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തി. നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ആരോഗ്യവകുപ്പ് അന്ത്യശാസനം നൽകി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച കെട്ടിടത്തിന്റെ പണികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. MS വീണ വിശദാംശങ്ങൾ നൽകും. വീണ, ഈ കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? പറയും. ഗൗതം, തിരുവനന്തപുരത്തെ RCC ചികിത്സാ കേന്ദ്രം നമുക്കറിയാം, നിലവിൽ കേരളത്തിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി രോഗികളാണ് ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ RCC കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും അതുപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങളിലുള്ള അപര്യാപ്തതയും ഒക്കെ അത് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഫെബ്രുവരി 28-ന് ഉദ്ഘാടനമൊക്കെ നടന്നുവെങ്കിലും ഇപ്പോഴും മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ്. 14 നിലകളുള്ള കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെയുള്ള 3 നിലകളുടെ കെട്ടിടം മാത്രമാണ് ഇപ്പോഴും പൂർത്തിയായിട്ടുള്ളത്. നിലവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അസ്ഥികൂടത്തിന്റെ രൂപേണ നിൽക്കുന്ന ഒരു കെട്ടിടമായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ അനന്തമായി നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തിയുള്ളത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതലയുള്ളത്. 242 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് മുടക്കിയിരിക്കുന്നത് ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി. അതിനാൽ തന്നെ ഈ നിർമ്മാണം വൈകുന്നതിൽ ഈ ഒരു ഊരാളുങ്കലിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇത്തരത്തിൽ പണികൾ പോയാൽ അത് ജനങ്ങൾക്ക് ഗുണപ്രദമാകില്ല. ഇനിയുള്ള 67 ദിവസത്തിനകം തന്നെ പണി പൂർത്തിയാക്കി നൽകണമെന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ 30-നകം തന്നെ പൂർണ്ണ സജ്ജമാക്കുന്ന തരത്തിൽ, രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെ ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി നൽകണം എന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നാണ് K. മുരളീധരൻ അറിയിച്ചിരിക്കുന്നത്. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളൊരു അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഊരാളുങ്കൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ന്യായീകരണമാണ് പറയുന്നത്. മുൻ വർഷങ്ങളിലെ ഫണ്ട് ലഭിക്കാൻ വൈകിയതാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വൈകുന്നതിനുള്ള കാരണമായെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്രയും അനന്തമായി നീളുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ വളരെ ധൃതിപ്പെട്ട് ഉദ്ഘാടനം ചെയ്തതാണ്. അത് മാത്രമല്ല, അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന്റെ അത്യാധുനിക ചികിത്സയ്ക്ക് വേണ്ടിയുള്ള, അതായത് അയേൺഡ് വാർഡ്, റേഡിയോ തെറാപ്പി ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി ഉപകരണങ്ങൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ വൈകുന്നതിനാൽ തന്നെ ഈ ഉപകരണങ്ങളൊക്കെ കേടുപാട് ആകുന്ന ഒരു സാഹചര്യമാണ്. വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇത് വൈകിപ്പിക്കുന്നത്. അവർക്കിപ്പോൾ അന്ത്യശാസനം നൽകി എന്ന് പറയപ്പെടുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.